വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ കേരള ഹിസ്റ്ററിയിൽ വരുന്ന SCRT ചാപ്റ്റർ ആയിട്ടുള്ള 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായിട്ടാണ്. ഈ ചാപ്റ്ററിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കേട്ടിട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ യൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലെ വരികളാണത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദൻ. നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാരായിരുന്നു? വൈകുണ്ഠസ്വാമികളായിരുന്നു. അദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് ജനിച്ചത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാനായിട്ട് കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ അദ്ദേഹം എതിർത്തു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ വേണ്ടിയിട്ട് കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ അദ്ദേഹം എതിർത്തു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് ധരിക്കൽ നിരോധനം, അതേപോലെ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയൊക്കെ അദ്ദേഹം ശബ്ദമുയർത്തി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ആരുടേതായിരുന്നു? വൈകുണ്ഠസ്വാമികളുടേതായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് പ്രയോഗിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് പ്രയോഗിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് വൈകുണ്ഠസ്വാമികളെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് ജനിച്ചത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ വേണ്ടിയിട്ട് അദ്ദേഹം കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ എതിർത്തു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ മേൽമുണ്ട് ധരിക്കൽ നിരോധനം, അതേപോലെ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം, അതേപോലെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ്, വെണ്ണീച്ച ഭരണം എന്നൊക്കെ പ്രയോഗിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകളുടെ മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കുവാനും മേൽമുണ്ട് ധരിക്കുവാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ലഹളയാണ് ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകളുടെ മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കുവാനും മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നടന്നിട്ടുള്ള ലഹളയാണ് ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം. അടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അന്തസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അന്തസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും വേണമെന്ന് വാദിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മിശ്രഭോജനം നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികൾ. ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതിയാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇത് ആരുടെ വരികളാണ്? ചട്ടമ്പി സ്വാമികളുടെ വരികളാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മല. ഇത്രയും പോയിന്റ്സ് ആണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അന്തസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. മിശ്രഭോജനം നടത്തിയതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഈ വരികൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയാണ്. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു.
ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൻകാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമാണെങ്കിലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഈ വരികളൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് എവിടെയാണ്? ആലുവയിലാണ്. സർവമത സാഹോദര്യത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് എവിടെയാണ്? ആലുവയിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇത് ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. അദ്ദേഹം ആലുവയിൽ വിളിച്ചുകൂട്ടിയ സർവമത സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. എവിടെ വെച്ചാണ് പറഞ്ഞത്? ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ അദ്ദേഹം എതിർത്തു. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ അദ്ദേഹം എതിർത്തു. ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്നാണ് സ്ഥാപിച്ചത്? 1903. ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് സ്ഥാപിച്ചത് എവിടെയാണ്? സ്ഥാപിച്ചത് എന്നാണ്? 1903. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറത്താണ്. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എവിടെ? അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കാരമുക്ക് ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് എവിടെ? കാരമുക്ക് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരി. ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഏതാണ്? അതെവിടെയാണ് നടത്തിയത്? ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ആണ് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇങ്ങനെ പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ഗുരുവിനെ പറ്റിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നും കൂടെ നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ജനിക്കുന്നത്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, പരിഷ്കൃത സമൂഹത്തെ ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് എവിടെയാണ്? ആലുവയിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഇത് ഗുരുവിന്റെ വാക്കുകളാണ്. ഇത് എവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്? ആലുവയിൽ വിളിച്ചുകൂട്ടിയ സർവമത സമ്മേളനത്തിലാണ് പറഞ്ഞത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അതുപോലെ നടപ്പിലാക്കാനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്നാണ് സ്ഥാപിച്ചത്? 1903 സ്ഥാപിച്ചത്. ഗുരുവിന്റെ പ്രധാന കൃതികളായിരുന്നു ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം. ഗുരു
ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്തും ദീപപ്രതിഷ്ഠ നടത്തിയത് കാരമുക്ക് ക്ഷേത്രത്തിലും ശാരദ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശിവഗിരിയിലുമാണ്. ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ ആലപ്പുഴ ജില്ലയിലെ കളവൻകോടായിരുന്നു. ഓം എന്ന് എഴുതിയ കണ്ണാടിയാണ് ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠിച്ചത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞതാരാണ്? ഗുരുവാണ്. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഓം എന്ന് എഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ്. അയ്യങ്കാളിയുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര്. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അന്തസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അയ്യങ്കാളിയാണ്. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അന്തസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളി അന്തസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ചത് എന്നാണ്? 1904 അയ്യങ്കാളി അന്തസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ചത് എന്നാണ്? 1904. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? അയ്യങ്കാളിയുടേതാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം തന്നെ മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞതാരാണ്? അയ്യങ്കാളി. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അന്തസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇത് മൂന്നുമായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അന്തസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. അന്തസ്ഥിത വിഭാഗത്തിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് അയ്യങ്കാളി. അന്തസ്ഥിത വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നയിച്ച വർഷം എന്നാണ്? 1893 എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്ന്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നയിച്ച വർഷം 1893 എവിടെ നിന്നാണ്? വെങ്ങാനൂർ. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. ഇത്ര പോയിന്റ്സ് ആണ് അയ്യങ്കാളിയെ കുറിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. അയ്യങ്കാളിയുടെ ജനനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അന്തസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി അന്തസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ചത് 1904. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? അയ്യങ്കാളിയുടെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അന്തസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. അന്തസ്ഥിത വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് അയ്യങ്കാളി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നയിച്ച വർഷം 1893 എവിടെ നിന്നാണ് ആരംഭിച്ചത്? വെങ്ങാനൂരിൽ നിന്ന്. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹിക വിലക്കുകളെ ലംഘിച്ചു. അന്തസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. കല്ലുമാല സമരം. അന്തസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴാഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടാണ്.
സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനും ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇതാരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? വിദ്യാഭ്യാസമാണ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനകളെ ബോധവൽക്കരിപ്പിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സംഘടനയാണ് മുസ്ലിം ഐക്യസംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സംഘടനയാണ് മുസ്ലിം ഐക്യസംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികയും പത്രവും. അദ്ദേഹം ആരംഭിച്ച മാസികയാണ് മുസ്ലിമും അൽ ഇസ്ലാമും. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികയും പത്രവും ഏതൊക്കെയാണെന്ന് നോക്കാം. മാസിക ഏതാണ്? മുസ്ലിമും അൽ ഇസ്ലാമും. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷം 1910. തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷം ഏതാണ്? 1910. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാട് ആരുടേതായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതായിരുന്നു. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന്. ഇതാരുടെ നിലപാടാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇത്രയും പോയിന്റ്സ് ആണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഈ വരികളൊക്കെ ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സംഘടനയാണ് മുസ്ലിം ഐക്യസംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികയും പത്രവും. മാസികകൾ ഏതാണ്? മുസ്ലിമും അൽ ഇസ്ലാമും. പത്രം സ്വദേശാഭിമാനി. തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷം 1910. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണ പിള്ള. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാട് ആരുടേതായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കെട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. അടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, മുൻ പിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിയിടുന്നു, ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇത് ആരുടെ വരികളാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവന്റെ വരികളാണ് നേരത്തെ വായിച്ചത്. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹം ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂർ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെട്ടു. പൊയ്കയിൽ അപ്പച്ചൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ രൂപീകരിച്ചത് ആരാണ്? ശ്രീ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചു. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാരാംകുളത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി
മാരാങ്കുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കുട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു, ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതാരുടെ വരികളാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നും ശ്രീ കുമാര ഗുരുദേവൻ അറിയപ്പെട്ടിരുന്നു. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാര ഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. സമാധാനം, ലോകത്തിന്റെ സമാധാനം എന്ന മുദ്രാവാക്യമുയർത്തി മാരാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. യുദ്ധവിരുദ്ധ ജാഥ. 1-ാം ലോകയുദ്ധ കാലത്ത് മാരാങ്കുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന്റെ സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തായിട്ട് പഠിക്കാനുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വാഗ്ഭടാനന്ദൻ പ്രാധാന്യം നൽകി. മലബാർ കേന്ദ്രമാക്കി സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. മലബാർ കേന്ദ്രമായി സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വാഗ്ഭടാനന്ദൻ. ഇത്രയും പോയിന്റ്സ് ആണ് വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു. അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കും എതിരെ പ്രവർത്തിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകി. മലബാർ കേന്ദ്രമാക്കി സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. അടുത്ത കുറച്ച് പോയിന്റ്സ് പഠിക്കാനുള്ളത്. തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. തോൽവിറക് സമരം നടന്നത് എവിടെ? കാസർഗോഡ് ജില്ലയിലെ ചീമേനി. മേച്ചിൽ പുല്ല് സമരം നടന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ടകയിലാണ് മേച്ചിൽ പുല്ല് സമരം നടന്നത്. അതിന് നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. മേച്ചിൽ പുല്ല് സമരം നടന്നത് എവിടെ? കണ്ടകൈ, കണ്ണൂര്. നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. ഋതുമതി എന്ന നാടകം രചിച്ചതാരാണ്? പ്രേംജിയാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിതകൾ. ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നന്മേനിമംഗലം. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിതകളാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നന്മേനിമംഗലം. കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാന ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാന ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.